Good morning guys. അപ്പോൾ ഇന്ന് നമ്മുടെ ബാക്ക് ഡേ. അപ്പോൾ സൂര്യൻ വീണ്ടും ഉദിച്ചു, വീണ്ടും ബ്രഷ് ചെയ്തു, വീണ്ടും മുഖം കഴുകി, വീണ്ടും കാപ്പി കുടിക്കണോ, വീണ്ടും നമ്മുടെ ജിം ഡ്രസ്സ് സെറ്റ് ചെയ്യണോ. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്, വർക്ക്ഔട്ട്. പിന്നെ പാൻറ് ഇതാണ് ഗ്രേ കളറത്തെ ഫിറ്റ് സ്പോർട്സ് ഷൂസ്. ഓക്കെ, സോ ഡ്രസ്സ് ഇട്ട് ഫിറ്റ് ആൻഡ് ഫിറ്റ് ഫോർ ബാക്ക് ഡേ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ. സൺസ്ക്രീൻ ഇസ് മസ്റ്റ്. ഇന്ന് ഒരു അഡീഷണൽ പൗഡർ കൂടി സ്വെറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മുടി ബ്രൈഡ് ചെയ്തു, ലിപ്സ്റ്റിക് LA18 ആൻഡ് ലിറ്റിൽ ബിറ്റ് perfume and hang it bag and water bottle for hydration, belt, sweat towel, wristband. Okay, everything set. Now we are going to gym. അപ്പോൾ ദാ ജിമ്മിൻ്റെ വാതിൽ തുറക്കാൻ പോകുകയാണ് മക്കളെ. ഇന്നത്തെ എനർജി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ നമുക്ക്. ഇന്ന് അധികം എനർജി ഇല്ല ആൾക്കാർക്ക്, എന്തോ അറിഞ്ഞൂടെ ഈ ഒരാളെ മാത്രം കാണാണ്ട്. ടുഡേ ഈസ് ഗേൾസ് എനർജി ഡേ. ഇന്ന് ഗേൾസ് കുറെ കണ്ട്. ആദ്യം ലാറ്റ് പുൾ ഡൗൺ തുടങ്ങി. ഇപ്പോൾ ബാക്ക് സ്ട്രോങ് ആയ ബാക്കിൽ നിന്ന് സംസാരിക്കണവരെ നമുക്ക് എന്താ ചെയ്യാം അറിയാലോ എന്താ ചെയ്യേണ്ടത് അവരെ. അപ്പോൾ ബാക്ക് ഡേയിലെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലാറ്റ് പുൾ ഡൗൺ. ഓക്കെ, ലാറ്റ് പുൾ ഡൗൺ ഞാനിപ്പോൾ ആഫ്റ്റർ 3 months കഴിഞ്ഞിട്ടാണ്, വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ഡിസംബർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐ എം സ്ലോലി ബിൽഡിംഗ് അപ്പ് ദ സ്ട്രെങ്ത്. സോ നോ ഈഗോ ലിഫ്റ്റിംഗ്, ഓൺലി ലിഫ്റ്റ് വാട്ട് യു ആർ ഏബിൾ ടു ഡു ആഫ്റ്റർ ദ ഗ്യാപ്പ് ഓഫ് 3 months. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇത്തിരി തിക്ക് റോഡാണ് യൂസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് ബാക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞ് ബാക്കി എല്ലാ എക്സസൈസിനും നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. ബാക്ക് ആൻഡ് ഷോൾഡർ ആസ് വെൽ ആസ് കോർ, ഇതൊക്കെ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് നല്ലോണം ഇമ്പ്രൂവ് ആവട്ടോ. അപ്പോൾ ലാറ്റ് പുൾ ഡൗൺ മറ്റേ ബാർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വി ബാർ കൊണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. വി ബാർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലോസ്ലി ലാറ്റ്സിൽ ഫോക്കസ് ചെയ്യാം. സ്ലോലി ഗ്രാജുവലി കൺട്രോൾഡ് വേയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി കൂടി ഒന്ന് വെയിറ്റ് ഇവിടെ കൂട്ടി നോക്കിയിട്ടുണ്ട്. ബട്ട് ഐ എം ഡൂയിങ് ഇറ്റ് വെരി controlled way. Okay, now next I am doing seated lat pull. Okay, ഇത് ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് സാധാരണ ആൾക്കാർ ചെയ്യുക. I know that variation where we have to sit at floor then pull. ഇന്ന് ഞാൻ ഫ്ലോറിൽ ഇരുന്നിട്ടുള്ള വേരിയേഷൻ ചെയ്യുന്നില്ല. സോ ഐ യൂസ്ഡ് എ ബെഞ്ച് ടു സിറ്റ് ആൻഡ് പുൾ. സോ ഇന്നത്തെ ഞാൻ ബാക്കിൽ ഇതാണ് റൂട്ടീൻ വെച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ഫോക്കസ്ഡ് ആൻഡ് കൺട്രോൾഡ് പുള്ളിങ് ഓഫ് ദി ബാർ while focusing on your breath also. Okay, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈസെപ്സ് ബാർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ then you use the V bar also again for this ക്ലോസ് ഗ്രിപ്പിന് വേണ്ടിയിട്ടും പിന്നെ കൂടുതൽ ക്ലോസ്ലി ലാറ്റ്സിനെ ഇൻവോൾവ് ആക്കാൻ. ഓക്കെ, അഗെയിൻ ഇൻ ദിസ് യു ഹാവ് ടു സീ ദാറ്റ് നമ്മുടെ ബോഡി ഷുഡ് നോട്ട് മൂവ് ഫ്രം ദി പ്ലേസ് വെർ വി ആർ സീറ്റഡ്. അവിടെ ഇരുന്നിട്ട് ഓൺലി ലാറ്റ് ഷുഡ് വർക്ക്. ഓക്കെ, ഫോക്കസ് ലാറ്റ്സ് ഓൺലി. Next I am doing the crunches, which is very important. Everybody ignores this crunches. You can do it on alternate days, but I do it on every day to maintain my core muscle. Okay, so അങ്ങനെ ഞാനിവിടെ കേബിൾ ഹെൽപ്പ് കൊണ്ടാണ് ഞാനിവിടെ ക്രഞ്ചസ് ചെയ്യുന്നത്. യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ബോഡി വെയ്റ്റ് ഓർ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് പ്ലേറ്റ്, എനിത്തിങ് വട്ട് എവർ സൂട്ട്സ് യു ആൻഡ് വട്ട് എവർ വർക്ക്സ് ഫോർ യു. ഓക്കെ, ഞാനിവിടെ എനിക്ക് ഇതാണ് കൂടുതൽ വർക്ക് ചെയ്യണേ. ബിക്കോസ് ഞാൻ കേബിളിൽ ഞാൻ ക്രഞ്ചസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് എനിക്ക് കൂടുതൽ റെപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 3 പാറ്റേൺസ് ഉണ്ട്. ഫസ്റ്റ് അപ്പർ റിപ്സിൻ്റെ താഴെയുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ ഇപ്പം ചെയ്യണത്, ഫോക്കസ് ചെയ്യണം കേട്ടോ. നൗ ഇൻ ദ സെക്കൻഡ് സെഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, കുറച്ചുകൂടി ഞാൻ ഹൈറ്റ് കൂട്ടി. ദാറ്റ് ഈസ് ഫോർ മിഡ് സെഷൻ. ഓക്കെ, പിന്നെ ഒന്നുകൂടി ഞാൻ നല്ലോണം കൂട്ടുട്ടോ ഇതിൽ, അത് ദാറ്റ് ഈസ് ഫോർ ദ ലോവർ ടമ്മി. ഓക്കെ, ദെൻ ഐ എം ഡൂയിങ് ദ സൈഡ്സ്. ഇതേ കേബിൾ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഡു ദ സൈഡ്സ് ഓൾസോ. ഇറ്റ് ഈസ് വെരി effective, but the thing is that നിങ്ങളുടെ ബോഡി കൂടുതൽ മൂവ് ചെയ്യാണ്ട് ഓൺലി ടമ്മി ആൻഡ് സൈഡ് മാത്രം യൂസ് ചെയ്തിട്ട് ക്രഞ്ചസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ 100 reps ചെയ്യും ഫോർ ഈച്ച് സെറ്റ്. സോ ടോട്ടൽ 300 crunches I do. ഓരോ വേരിയേഷനും 100. ഇത് ഞാൻ ഇന്നൊന്നും ചെയ്തു തുടങ്ങിയതല്ല കേട്ടോ. ഇത് ഞാൻ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യണേ. ഐ സ്റ്റാർട്ടഡ് ഫ്രം 15, then I made it to 40, then 50, then 70, then 80, then 100 now. Again എനിക്കിപ്പോൾ ടമ്മിക്ക് വയറ് വേദനയോ അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആയോ അല്ലെങ്കിൽ വയറിന് ക്യാച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ ഐ അവോയ്ഡ് ഇത്ര റെപ്സ് ചെയ്യാൻ. പക്ഷേ ഇന്ന് എനിക്ക് എനർജി കൂടുതലുള്ള കാരണം ഐ ഡിഡ് ഇറ്റ് മാക്സിമം. ഓക്കെ, പക്ഷേ നിങ്ങൾ കൂടുതൽ ക്രഞ്ചസ് ചെയ്ത ദിവസമാണെങ്കിൽ നെക്സ്റ്റ് ഡേ റെപ്സ് ഇത്തിരി കുറയ്ക്കുക, അല്ലെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ടോട്ടലി ക്രഞ്ചസ്. ഓക്കെ, അതാണ് മോർ ബെനിഫിഷ്യൽ ആവുക. അപ്പോൾ
ഇവിടെ ഇന്ന് എനിക്ക് മെയിനായിട്ട് ടമ്മി എന്തായാലും ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ആഫ്റ്റർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ള വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചായിട്ട് ഞാൻ റെപ്സ് കൂട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ ക്രഞ്ചസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയണു, ക്രഞ്ചസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ചെയ്യലിട്ട് സ്റ്റാർട്ടിങ് പീരീഡ് ആണെങ്കിൽ വയറ് കുളത്തി പിടിക്കും, പിന്നെ അതിൽ ഹെർണിയ അങ്ങനത്തെ പോലത്തെ ഒക്കെ കാര്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പതുക്കെ ഗ്രാജുവലി. ആൻഡ് ഐ എം ഷുവർ ക്രഞ്ചസിന് പല രീതിയുണ്ട്. ബോഡി വെയിറ്റ് വെച്ച് ചെയ്യുന്നവരുണ്ട്, പ്ലേറ്റ് വെച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് 6 പാക്സ് വന്നത് ഈ ഒരൊറ്റ അതായിരുന്നു കേട്ടോ. നൗ ഐ എം ഗോയിങ് ടു ഫ്ലൈ മെഷീൻ, ദാറ്റ് ഈസ് ബാക്ക് ചെയ്യാനുള്ളത്. ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ചെയ്യണേ. ഓൺലി 1 ആം അറ്റ് എ ടൈം അങ്ങനത്തെ ഒരു അതിലാണ് ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഡിവിജ്വലി ഇങ്ങനെ ഒരേ 1 ആം ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. കഴിയുന്നതും ബോഡി മൂവ് ചെയ്യാണ്ട് നോക്കണം. ഓൺലി യുവർ ഹാൻഡ് ഷുഡ് ഓൺലി മൂവ്. ഓക്കെ, ഇതിവിടെ ഇത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട്, കുറച്ച് സ്ലൈറ്റ്ലി കൂടിയ കാരണം എനിക്ക് ഇത്തിരി എൻ്റെ ബോഡി ഇത്തിരി മൂവ് ചെയ്യുന്നുണ്ട്. Try to do it without moving your body, concentrating on your back muscles, upper back especially. Okay, ഇതൊരു ബാക്ക് എക്സസൈസിൽ മസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ എനിക്കത് വർക്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വീക്കായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോർഡിനേഷൻ എനിക്ക് അത്ര കിട്ടണില്ല ഇൻ ദിസ് മെഷീൻ ഓൺലി. ഓക്കെ, ഇതിലെനിക്ക് അത്ര ലെഫ്റ്റ് റൈറ്റ് ഒന്നിച്ച് സൈമിൾട്ടേനിയസ്ലി ചെയ്യുമ്പോൾ എനിക്ക് അത്ര കിട്ടണില്ല കേട്ടോ അത്. അപ്പോൾ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. ഇന്ന് ബാക്ക് ഡേ ആയാലും ശരി, ബാക്കിന് അധികം കൂടുതൽ എക്സസൈസുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 3 months കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ബൈസെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈസെപ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ബൈസെപ്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബൈസെപ്സ് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ വി ക്യാൻ ലിഫ്റ്റ് മോർ. അപ്പോൾ ഇന്ന് ഇത്തിരി കൂടി വെയിറ്റ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഒന്ന് ഹെൽപ്പ് ചോദിച്ചു. ബിക്കോസ് നമ്മൾ ഈഗോ ലിഫ്റ്റിംഗ് പാടില്ല വിത്തൗട്ട് എനി ഫ്രണ്ട്സ് ഹെൽപ്പ്. ഓക്കെ, ഓർ ദ കോച്ചിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട്. നൗ ഡംബിൾ റോ അത് ചെയ്യണം ഞാൻ. ബെൻഡഡ് ഡബിൾ റോ, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എത്ര വെയിറ്റ് വേണമെങ്കിലും വെച്ച് ചെയ്യാം. ഞാൻ 18.5 വരെ പോയിട്ടുണ്ട്. ഫോർ നൗ ബിഗിനിങ് ആയ കാരണം സ്ലോലി 10, 12, 18 ഇന്ന് ചെയ്ത് ഇങ്ങനെ സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. പോസ്ചർ ഈസ് ദ ബേസിക് തിങ്. യു ഷുഡ് നോട്ട് ബെൻഡ് ഇൻ ദ ബാക്ക്, ലോവർ ബാക്ക്. സ്റ്റഡി ആയിരിക്കണം. ഇതിവിടെ ഇത്തിരി വെയിറ്റ് കുറച്ച് സ്ലൈറ്റ്ലി അതായ കാരണം കുറച്ച് ടിൽറ്റ് ആവുന്നുണ്ട് ബോഡി. ബട്ട് അഗെയിൻ ബെൻഡ് ചെയ്യാണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്ലൂട്ട്സ്. ഇതിപ്പോൾ ബാക്ക് ഡേയിൽ പെടുന്നതല്ല ഗ്ലൂട്ട്സ്, ബട്ട് ഐ പ്രിഫർ ഗ്ലൂട്ട്സ് ആൻഡ് ടമ്മി എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എവറി ഡേ ടമ്മിയും ഗ്ലൂട്ട്സും വർക്ക് ചെയ്യണത് നല്ലതാണ്. ബിക്കോസ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെരി ടഫസ്റ്റ് മസിൽ കൂടിയാണ് കേട്ടോ ബിൽഡപ്പായി വരാൻ. അപ്പോൾ ഡോണ്ട് ഇഗ്നോർ. അപ്പോൾ ഗ്ലൂട്ട്സും ടമ്മിയും ഡെയിലി ചെയ്യാൻ നോക്കുക. നൗ ഫോർ ദി ലാറ്റ്സ് ആൻഡ് ദ ട്രൈസെപ്സ് ഐ എം ഡൂയിങ് ദിസ്. ഇത് നിങ്ങൾക്ക് ഡംബിൾ വെച്ച് ചെയ്യാം, പല രീതികളുണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് കൂടുതൽ പ്രിഫറൻസ്. ബിക്കോസ് ഇതാകുമ്പോൾ നമുക്ക് ഹോൾഡ് ടൈറ്റായിട്ട് കിട്ടും. യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ഡംബിൾ ഓൾസോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡംബിൾ വെച്ച് ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഇതാണ് കൂടുതൽ സൂട്ട് ചെയ്യണത്. ഇതൊരു 3 സെറ്റ് ചെയ്യുക. ഞാൻ 20 reps പെർ സെറ്റാണ് ചെയ്തേക്കണേ. വെയിറ്റ് യു ക്യാൻ ആഡ് ഓൺ ഗ്രാജുവലി ഓരോ സെറ്റിലും. ഓക്കെ, ഇത് സൈഡിൻ്റെ ലാറ്റ്സ് വളരെ നന്നായിട്ട് ഒരു വി ഷേപ്പ് വരാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ആസ് വെൽ ആസ് നിങ്ങളുടെ ട്രൈസെപ്സ് വെരി ടൈറ്റ് ആക്കും. ട്രൈസെപ്സ് എക്സസൈസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഈ ലാറ്റ്സിൻ്റെ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ആഡ്സ് അപ്പ് ടു ദ ട്രൈസെപ്സ് ആസ് വെൽ ആസ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു സ്ട്രെങ്തൻ ദ ഷോൾഡർ. നൗ ഇന്ന് ബാക്ക് ചെയ്ത കാരണം ബാക്കിൻ്റെ തന്നെ ഒരു സൈഡ്സ് ആണ് ഒബ്ലിക്. ഓക്കെ, നെവർ നെഗ്ലെക്റ്റ് ഒബ്ലിക്. ഓക്കെ, ഒബ്ലിക് എപ്പോഴും ബാക്ക് ഡേയിൽ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് ബാക്കിൻ്റെ തന്നെ ഒരു സൈഡാണ് ഒബ്ലിക്. സ്പെഷ്യലി ഒരു വി ഷേപ്പ് ബാക്കും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബാർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഈ ബാർ കൊണ്ട് എന്ത് സൈഡും ഒബ്ലിക്സ് എന്തോ ആവുന്നു. നോ, ഈ ബാർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നന്നായി കൺസിസ്റ്റൻ്റ്ലി കൂടുതൽ ഒരു 100 reps പെർ സെറ്റ് ഇൻ 3 വേരിയേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒബ്ലിക് വിൽ ബി വെരി ടൈറ്റായി കിട്ടും. ആൻഡ് അവിടുത്തെ ലവ് ആംഗിളൊക്കെ പോയി കിട്ടും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗിവ് യു എ വി ഷേപ്പ് അഗെയിൻ. ഇതിന് 3 വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വേരിയേഷനാണ് ചെയ്യണത്, ബെൻഡ് ചെയ്തിട്ട്. നേരത്തെ നിന്നിട്ട് 2 വേരിയേഷൻസ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഈച്ച് സെറ്റ് യു ഡു ഇറ്റ് 100 times. സ്റ്റാർട്ടേഴ്സ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഓൺലി 15 to 10 times. 10 reps ഈസ് ഇനഫ് ഫോർ ഈച്ച് സെറ്റ്. ഓക്കെ,
ഇതിൽ 3 വേരിയേഷനും ഡെയിലി ചെയ്യണം. ഓക്കെ, അപ്പോൾ ടമ്മി, ഒബ്ലിക് ആൻഡ് ബൈസെപ്സ്, ദീസ് തിങ്സ് യു ഷുഡ് നോട്ട് നെഗ്ലക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. അപ്പോഴേക്കും 2-2.5 മണിക്കൂറായി. റെപ്സ് കൂടുതലായ കാരണം ബാക്ക് ടു ഹോമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിൽ 3 സെറ്റ് ഉണ്ടായിരുന്നു. 3 സെറ്റ് ഞാൻ ഒബ്ലിക്കിൻ്റെ ചെയ്തു. Then I think everything is finished by now. Back to home, sweet home. I entered to home, back to peanut butter for 3 spoon peanut butter and the body ക്ഷീണിച്ചു. ഞാൻ വീണു. ലെഗ് ഡേ കാണാം മക്കളെ. ബൈ.